ഡീടോക്സിഫിക്കേഷൻ അഥവാ പഞ്ചകർമ്മ ചികിത്സാ രീതിയെപ്പറ്റി സാർ മുൻപ് സംസാരിച്ചിരുന്നല്ല. ഇത് എത്രത്തോളം രോഗിയെയും രോഗമുക്തിയെയും സ്വാധീനിക്കുന്നുണ്ട്? ഇപ്പോൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷങ്ങളെല്ലാം ശരീരത്തിൽ നീക്കിക്കളയാന്നുള്ളതാണ്. ഇത് നമ്മൾ ചില മരുന്നുകൾ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല. പിന്നെ രണ്ടാമതുള്ള ഞങ്ങളെ ബയോചിപ്പ് ട്രീറ്റ്മെൻറ്റ്, ബയോചിപ്പ് ഡീടോക്സിഫിക്കേഷൻ, ക്യാൻസർ ഡീടോക്സിഫിക്കേഷൻ, അത് ഭയങ്കര എഫക്റ്റീവാണ്. ഞങ്ങൾ സാധാരണ പേഷ്യൻസിനൊക്കെ 21 ദിവസത്തെ ഡീടോക്സിഫിക്കേഷനാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഈ ഡീടോക്സിഫിക്കേഷൻ എല്ലാവരും ചെയ്യാനും കുഴപ്പമില്ല. പക്ഷേ ഈ വ്യായാമം ചെയ്യുന്നത്, ചില പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ഫിറ്റായിരിക്കില്ല. ഉദാഹരണത്തിന് 4th സ്റ്റേജ് പേഷ്യൻ്റ് വന്നു, നല്ല ബ്ലീഡിങ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു പഞ്ചകർമ്മ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്, അപ്പോൾ അവർക്ക് ചെയ്യാതിരിക്കുക നല്ലത്. അങ്ങനെയുള്ളപ്പോഴാണ് ബയോചിപ്പ് ട്രീറ്റ്മെൻറ്റ്, മറ്റുള്ള മരുന്നുകൾ വെച്ചിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും പേഷ്യൻറ്റിന്. ആ സമയത്ത് നമുക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യാം, പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ചെയ്യാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 പേഷ്യൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും. സ്റ്റേജ് 1 and 2 പേഷ്യൻസിന് തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഏതാ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് കൊടുക്കാം. അല്ലാത്തവർക്ക് ചെയ്താൽ നല്ലതുപോലെ ഉപദ്രവമായിരിക്കും നമുക്ക് കിട്ടുക.